ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ഗ്രീൻ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് നല്ലതുപോലെ കഴുകിയെടുക്കാം. വേവിക്കാനായി നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇടാം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാനായി നമുക്ക് വയ്ക്കാം. അടച്ചു വെച്ച് വേവിക്കാം. പാൻ വെച്ച് എണ്ണ ഒഴിക്കാം. അതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പൂ, 3-4 കുരുമുളക്, 2 സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നുറുക്കിയത്, ഒരു പച്ചമുളക്, എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റാം. നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് നല്ല കറക്റ്റ് പരുവമായിട്ടുണ്ട്. സവാള ചെറിയ ബ്രൗണിഷ് കളർ ആയപ്പോൾ ഒരു തക്കാളി അരിഞ്ഞത് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3-4 കാഷ്യൂ കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. മസാലയെല്ലാം നല്ലതുപോലെ വഴറ്റിയിട്ടുണ്ട്. ഇതെല്ലാം മിക്സിയിൽ നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഗ്രീൻ പീസ് വേവിച്ച ചട്ടി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കടുകിട്ട് കൊടുക്കാം. കൊച്ചുള്ളി അരിഞ്ഞത്, കറിവേപ്പില. ഇതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന ഗ്രേവി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കാം. അല്പം ഉപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് മസാലയ്ക്കകത്ത് അല്പം ഉപ്പ് കൂടി ഞാൻ ചേർത്തത്. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പച്ചമണം മാറുന്നത് വരെ, മസാലയുടെ പച്ചമണം മാറുന്നത് വരെ. മസാലയെല്ലാം നല്ലതുപോലെ തിളച്ചു. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഇട്ട് അല്പസമയം കൂടി നമുക്കൊന്ന് വേവിക്കാം. നമ്മുടെ ഗ്രീൻ പീസ് കറി തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും നല്ലൊരു കറിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗ്രീൻ പീസ് കറിയും ചപ്പാത്തിയും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും സമയമായി ഓഫീസിൽ പോകാനായിട്ട്. ഓടിപ്പോയി കുളിച്ച് ഡ്രസ്സെല്ലാം മാറി വന്നു ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും കഴിക്കാനായിട്ട് ഇരുന്നു. സൂപ്പർ ടേസ്റ്റാണേ.